നമസ്കാരം. സമക്ഷത്തിൽ ഇത്തവണ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തെക്കുറിച്ചാണ്, ഒരുപക്ഷേ വിഷയങ്ങളെക്കുറിച്ചാണ്. കഠിനമായ ചൂട് വേനൽക്കാലത്ത് സ്വാഭാവികമായി കുറേ ആഴ്ചകളെങ്കിലും ഉണ്ടാകുന്നു. ഇതേ തുടർന്ന് ജലസ്രോതസ്സുകൾ വറ്റാൻ തുടങ്ങുന്നു. അപ്പോൾ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നു. ഈ ക്ഷാമത്തിന് പെട്ടെന്നുള്ള പരിഹാരം എന്നോണം ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എന്ന രീതിയിൽ ജലവിതരണം നടത്തുന്നു. ഇത് കൂടുതലും നടത്തുന്നത് സ്വകാര്യ മേഖലയിലെ ചില വ്യക്തികളാണ്. ഈ വ്യക്തികൾ ചിലപ്പോൾ ചില സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നും വരാം. പക്ഷേ ഏറെയും വ്യക്തികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് ഈ ശുദ്ധജല വിതരണം നടത്തുന്നത്. പക്ഷേ പലപ്പോഴും ഈ അനുവാദം വാങ്ങിക്കാതെയും ചിലപ്പോൾ അത്യാവശ്യത്തിനെന്നോണം അവർ അതൊരു സമ്പ്രദായമായി വേനൽ കഴിയുന്നതുവരെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. അത്യാവശ്യമുള്ള കാര്യമാണല്ലോ കുടിവെള്ളം. അത് എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്നുള്ള ചിന്തയിൽ ഉപഭോക്താക്കൾ, പൊതുജനങ്ങൾ അത് ഓർഡർ ചെയ്യുന്നു. ടാങ്കർ ലോറികളിൽ വെള്ളം എത്തുന്നു. ആ വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകളും ദൃശ്യമാധ്യമ തലങ്ങളിലാണെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണ റിപ്പോർട്ടുകളും എല്ലാം ഓരോ ദിവസവും രാവിലെയും ഉച്ചക്കും രാത്രിയുമൊക്കെ ഉപഭോക്താക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാകാം. പക്ഷേ രാത്രി ടാങ്കർ ലോറിയിൽ ഈ വെള്ളം എത്തുമ്പോൾ അത് ആദ്യം തങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ആളുകൾ അതിന് മുന്നിൽ ക്യൂ നിൽക്കാൻ പോലും തയ്യാറാണ്. ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു വിശാലമായ സാഹചര്യം. ഇതിനിടയിൽ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിലൊന്ന് സാംക്രമിക രോഗങ്ങളുടെ വ്യാപനമാണ്. ജലജന്യ രോഗങ്ങൾ എന്നുള്ളത് മഴക്കാലത്ത് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പോഴിതാ കൊടിയ വേനലിലും സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നു. എറണാകുളത്ത് നിന്നാണ് കുറേ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 10-60 പേർക്ക് കഴിഞ്ഞ 2-3 മാസക്കാലമായി മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നു. അതിൽ 2-3 പേർ അതുകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള കണക്കാണ്. ഇതിന് പുറമെ ഏതാണ്ട് ടൈഫോയിഡ്, വിഷജ്വരം എന്ന് മലയാളത്തിൽ പറയാവുന്ന ടൈഫോയിഡ് ഉൾപ്പെടെയുള്ള പകർച്ചപ്പനികൾ ബാധിച്ചുകൊണ്ട് ഏതാണ്ട് 50,000 പേരോളം എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ആശുപത്രികളെ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളെ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതൊക്കെ കുടിവെള്ളത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളാണെന്നുള്ള ഒരു പൊതുവായുള്ള നിഗമനം. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ള വാക്ക് സ്വതവേ നമ്മൾ പല കാര്യത്തിനും ഉപയോഗിക്കുന്നതാണ്. അത് ഉപയോഗിക്കണമെന്നില്ല. ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരം നമ്മൾ എത്ര ശ്രമിച്ചാലും ഉണ്ടാകുമെന്ന് ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ലൊരു പരിധിവരെ ആ പ്രശ്നം നിയന്ത്രിച്ച് അതിൻ്റെ ആവർത്തനം തടയാൻ നമുക്ക് സാധിച്ചാൽ തന്നെ വലിയ കാര്യമായി. അല്ലാതെ എക്കാലത്തേക്കുമായി ഒരു പ്രശ്നം ഇതാ പരിഹരിക്കുന്നു, അതിനൊരു പദ്ധതി വരുന്നു, അതിന് വലിയ ഉദ്ഘാടന ചടങ്ങ്, മഹാമഹം, ജനകീയ സംഗമ മഹോത്സവം, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയുണ്ടല്ലോ. അതുകൊണ്ട് ഈ ശാശ്വത പരിഹാര സംബന്ധമായ വലിയ പ്രതീക്ഷകളൊന്നും കൊട്ടിഘോഷിക്കാതെ അതാത് സന്ദർഭങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ അതേപോലെ തന്നെ ആവർത്തിക്കുന്നത് തടയാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതാണ്. ആ വഴിക്കുള്ള ചില ചിന്തകളോടെയാണ് സമക്ഷത്തിൽ ഈ പ്രശ്നം അവതരിപ്പിക്കുന്നത്. ടാങ്കർ ലോറികളിൽ വെള്ളം സംഭരിച്ച് അത് റെസിഡൻഷ്യൽ ഏരിയകളിലേക്കും പാർപ്പിട കേന്ദ്രങ്ങളിലേക്കും ഹോട്ടലുകളിലേക്കും ആശുപത്രികളിലേക്ക് പോലും എത്തിക്കുന്നത് സംബന്ധിച്ച ഒരു സമ്പ്രദായമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിലവിൽ ഉള്ളത്. അപ്പോൾ ഒരു മനഃശാസ്ത്രം ഇതിൽ പ്രവർത്തിക്കുന്നു. വെള്ളം കിട്ടാനില്ല, പ്രത്യേകിച്ചും കുടിക്കാനുള്ള വെള്ളം. ക്ഷാമം കൊണ്ടാണല്ലോ, ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ ടാങ്കർ ലോറികളിൽ നിന്നൊക്കെ ഉള്ള വെള്ളം വാങ്ങിക്കുന്നത്. അത് കിട്ടിയപ്പോൾ തന്നെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കേണ്ടി വരും. ചൂടാക്കി തിളപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും നന്ന്. അപ്പോൾ ഇത് സംബന്ധിച്ച് ആളുകൾക്കൊരു സാവകാശമില്ല.
പിന്നെ തങ്ങൾ വാങ്ങിക്കുന്ന ജലം യഥാർത്ഥത്തിൽ മലിനജലമാണോ എന്ന് അവരവർ തന്നെ പരിശോധിച്ച് ഉപയോഗിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജല അതോറിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നല്ല നിർദ്ദേശം. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാക്കാൻ പറ്റും? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ നമ്മുടെ കയ്യിലുണ്ടോ ഇതെല്ലാം ശരിയായി പരിശോധിച്ച് ചിട്ടപ്പെടുത്താൻ? നമുക്ക് ആകപ്പാടെ നോക്കാവുന്നത് വെള്ളം ഇത്തിരി കലങ്ങിയ രീതിയിൽ കലക്കൽ ഉള്ള ഒരു വെള്ളമാണോ, ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണോ, അല്ലെങ്കിൽ ചില മാലിന്യ വസ്തുക്കൾ അടിഞ്ഞുകൂടി പെട്ടെന്ന് തന്നെ കാണാവുന്ന രീതിയിലുള്ള വെള്ളമാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള പ്രത്യക്ഷമായ ചില നിരീക്ഷണങ്ങളല്ലാതെ അല്ലെങ്കിൽ ചില പരിശോധനകളല്ലാതെ മറ്റ് രാസപരിശോധനയും മറ്റും നടത്താൻ നമുക്കെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ വെള്ളത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് വെള്ളം സംഭരിച്ച് അത് ടാങ്കറുകളിലേക്ക് നേരിട്ട് സംഭരിച്ച് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പതിവ്. അതിനുശേഷം വീടുകളിലോ ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ ഹോട്ടലുകളിലോ മറ്റും എത്തിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഈ പ്രശ്നം വളരെ സങ്കീർണമായ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം നഗരകാര്യമന്ത്രിയായി പുതുതായി ചാർജെടുത്ത അധികാരമേറ്റ ശ്രീ മഞ്ഞളാംകുഴി അലി അദ്ദേഹം ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് കുറേ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ജില്ലാ കലക്ടർമാരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെയും പ്രത്യേകം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതനുസരിച്ച് നിരവധി നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ ബാഹ്യമായ നിർദ്ദേശങ്ങളും ആന്തരികമായ നിർദ്ദേശങ്ങളുമുണ്ട്. എന്താണ് ഈ ബാഹ്യമായ നിർദ്ദേശങ്ങൾ? അതായത് ശുദ്ധജലം ശേഖരിച്ച് ആളുകളിലേക്ക് എത്തിക്കുന്ന ടാങ്കർ ലോറികളിലെ ടാങ്കറുകൾക്ക് നീല കളർ ആയിരിക്കണം. പ്രഥമ ശ്രവണത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു നിർദ്ദേശമാണിത്. കാരണം ഒരു നീല കളർ അടിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചില സമർത്ഥന്മാരായ ഈ ബിസിനസ്സുകാർ, ജലമാഫിയ എന്നൊക്കെയാണ് പറയുന്നത്, അതിൽപ്പെട്ട ഈ വ്യാപാരികൾ അല്ലെങ്കിൽ അത് ജലം കച്ചവടം നടത്തുന്നവർ, വെള്ളക്കച്ചവടക്കാർ എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം, അവർക്ക് വേണമെങ്കിൽ അങ്ങനെ അടിക്കാം, ആ വർണ്ണം നീല കളർ ചേർക്കാം. അത് നമുക്ക് പെട്ടെന്ന് അതിനകത്തുള്ളത് എന്താണ്? അപ്പോൾ അതാണ് ആന്തരികമായ ചില നിർദ്ദേശങ്ങൾ. ആ ആന്തരികമായ നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നേരിട്ട് കിണറുകളിൽ നിന്നും ജലസംഭരണികളിൽ നിന്നും മറ്റും ജലം ശേഖരിച്ച് ടാങ്കറുകളിലേക്ക് വഹിച്ച് ടാങ്കറുകളിലേക്ക് പകർന്ന് അത് വിതരണം ചെയ്യാൻ പാടുള്ളതല്ല. മറിച്ച് അവിടെ തടാകത്തിൽ നിന്നായാലും കിണറിൽ നിന്നായാലും മറ്റു സ്രോതസ്സുകളിൽ നിന്നായാലും ആദ്യം ഒരു ജലസംഭരണിയിലേക്ക് വെള്ളം ശേഖരിക്കണം. ആ സംഭരണിയിൽ പ്രാഥമികവും ദ്വിതീയവും ഇനി തൃതീയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഘട്ടങ്ങളിൽ ആ വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രത്യേക പദാർത്ഥങ്ങളൊക്കെ അതിൽ പ്രയോഗിച്ച് അതിലെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം ഈ വെള്ളം ടാങ്കറിലേക്ക് നിറച്ച് ആ വെള്ളം വിതരണം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്രോതസ്സുകളിൽ നിന്ന് നേരിട്ട് വെള്ളം ടാങ്കറുകളിൽ ശേഖരിക്കുന്നതിന് പകരം അതിനിടയിൽ ഒരു ജലസംഭരണി, ആ ജലസംഭരണിയിൽ ശേഖരിക്കുന്ന വെള്ളത്തിൻ്റെ സാമ്പിളുകൾ ഓരോ മാസവും, അത് വളരെ കൂടിയ ഒരു സമയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല, വളരെ കുറഞ്ഞ സമയമാണ് എന്ന് തന്നെ പറയണം. കാരണം ഓരോ മാസം എന്ന് പറയുമ്പോൾ ഈ വേനൽ അധികമായാൽ ഒരു 2 or 3 ആഴ്ച അല്ലെങ്കിൽ 1 or 2 മാസം, ഈ ഓരോ മാസവും എന്നുള്ള നിബന്ധന ഓരോ ആഴ്ചയിലും എന്ന് ആക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കുകയില്ലേ എന്ന് ഒരാലോചന, അത് ബഹുമാനപ്പെട്ട മന്ത്രിയും ജല വിഭവ വകുപ്പിൻ്റെ അധികൃതരും കലക്ടറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുമൊക്കെ ആലോചിച്ച് തീരുമാനിക്കാം എന്താണ് വേണ്ടത് എന്നുള്ളത്. ഉപഭോക്താക്കൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം, അത് വെള്ളമായാലും ഭക്ഷ്യവസ്തുക്കളായാലും മരുന്നായാലും അങ്ങനെ എന്തായാലും ശരി, അത് പെട്ടെന്ന് അവർക്ക് കിട്ടാൻ വേണ്ടി ഉള്ള സാഹചര്യം ഒരുക്കുന്നവരെ ആരും പെട്ടെന്ന് സംശയിക്കുകയില്ല എന്നുള്ള ഒരു പൊതു മനഃശാസ്ത്രമുണ്ട്. ഈ മനഃശാസ്ത്രം മുതലെടുത്തുകൊണ്ടാണ് ഇവിടെ ലാഭക്കൊതിയരായ ജലമാഫിയക്കാരെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ ഈ ബിസിനസ്സിൽ കുറേ വർഷങ്ങളായി സ്ഥിരമായി അങ്ങനെ നിൽക്കുന്നത്. ഈ മനഃശാസ്ത്രത്തെ എങ്ങനെ ഭരണകൂടം സമീപിക്കണം എന്നുള്ളതാണ്. അവിടെ പ്രധാനപ്പെട്ട ചുമതല ഭരണകൂടത്തിൻ്റെ ചുമലിൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കുടിവെള്ളം അത്യന്താപേക്ഷിതമാണ്, ആളുകൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു ആവശ്യമല്ല.
ആ കുടിവെള്ളം മഴക്കാലത്ത് നമ്മുടെ വിശാലമായ ജലസ്രോതസ്സുകളിലും നദിയിലുമൊക്കെ, പല നദികളിലും, കേരളത്തിലെ 42 പ്രധാന നദികളുടെ കാര്യം എടുത്താൽ പോലും ഒരു 85% നദികളിലെയും വെള്ളം ഉപയോഗശൂന്യമാണ്, കുടിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള രീതിയിൽ ആണ് ലാബ് പരിശോധനാ റിപ്പോർട്ടുകളും മറ്റും വരുന്നത്. മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണല്ലോ നമ്മുടെ ഏറെ കവികളും എല്ലാവരും തന്നെ വാഴ്ത്തിപ്പാടുന്ന പെരിയാർ. ആ പെരിയാറിലെ ജലത്തിൽ ഏറ്റവും അധികം വിഷാണുക്കൾ, എൻഡോസൾഫാൻ പോലെയുള്ള വിഷരാസവസ്തുക്കൾ കലർന്ന ജലമാണ് എന്ന് ഈയിടെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അത് സംബന്ധിച്ച ഒരു പ്രത്യേക പഠനത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ ടാങ്കർ വെള്ളത്തിൻ്റെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ വിസർജ്യങ്ങൾ കലർന്നുവെന്ന് വ്യക്തമാക്കുന്ന ഫീക്കൽ കോളിഫോം ബാക്ടീരിയകൾ എല്ലാ സാമ്പിളുകളിലും കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. രാജ്യാന്തര മാനദണ്ഡപ്രകാരം ഫീക്കൽ കോളിഫോം, ഈ കോളി, സാൽമൊണല്ലെ എന്നീ രോഗാണുക്കളിൽ നിന്ന് കുടിവെള്ളം പൂർണ്ണമായും മുക്തമായിരിക്കണം. അനുവദനീയമായ തോത് ചില ബാക്ടീരിയകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്. പക്ഷേ ഈ അനുവദനീയമായ തോതിൻ്റെ 100 തൊട്ട് 600 ഇരട്ടി വരെ കേരളത്തിലെ പല നദികളിലെയും അല്ലെങ്കിൽ നീർത്തടാകങ്ങളിലെയും വെള്ളത്തിൽ കലർന്നിരിക്കുന്നു. എന്തിനു പറയുന്നു, ഭൂഗർഭജലത്തിൽ പോലും നമ്മുടെ രാസപ്രധാനമായ ജീവിതചര്യകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന മലിനീകരണങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. അറവുശാലകൾ, ആശുപത്രികൾ, കച്ചവട കേന്ദ്രങ്ങൾ ഇവിടെ നിന്നുള്ള അവശിഷ്ടങ്ങളൊക്കെ നേരിട്ട് നദിയിലേക്ക് ഒഴുക്കിക്കളയുകയാണ് എന്നാണ് പല സ്ഥലത്തും സംഭവിക്കുന്നത്. അപ്പോൾ നദീജലം അവിടെ നിരവധി രോഗാണുക്കളുടെ ഒരു വിഹാര രംഗമായി ഈ ജലക്രീഡ നടത്തുന്നു. അപ്പോൾ ഗവൺമെൻറ് ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടത്, ഇതെല്ലാ വർഷവും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? അപ്രായോഗികമാണെന്ന് തോന്നാം. പക്ഷേ ഒരു നിർദ്ദേശം വെക്കട്ടെ. ടാങ്കറുകളാണല്ലോ ഇവിടെ പ്രധാനം. ടാങ്കർ ലോറികളിൽ വെള്ളം സംഭരിച്ച് എത്തിക്കണം. ഇതിന് വേനൽക്കാലത്തിന് കുറച്ച് മുന്നുള്ള ഒരു ഘട്ടം തൊട്ട് കേരളത്തിൽ ഇങ്ങനെ എത്ര ടാങ്കർ ലോറികൾ ലഭ്യമാണ്? ഒരുപക്ഷെ നമ്മുടെ ശുദ്ധജല വിതരണ അതോറിറ്റിക്ക്, വാട്ടർ അതോറിറ്റിക്ക് വാടകയ്ക്ക് കിട്ടാനുള്ള ലോറികളും ടാങ്കറുകളും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യുക. എന്നിട്ട് കുടിക്കാൻ പറ്റുന്ന വെള്ളം എന്നുള്ള രീതിയിൽ ഒരു 26 കേന്ദ്രങ്ങളിൽ നിന്നുള്ള വെള്ളം കുടിക്കാം എന്ന് ആരോഗ്യവകുപ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എല്ലാ ജില്ലകളിലും മുൻകൂട്ടി പഠനം നടത്തി മാലിന്യമുക്തമായ വെള്ളം എവിടെയൊക്കെ ലഭ്യമാണ് എന്ന് ആദ്യം തന്നെ ചിട്ടപ്പെടുത്തി, ഇനി മാലിന്യം കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെങ്കിൽ അത് 2-3 ആഴ്ചക്കാലത്തെ രാസസംസ്കരണത്തിലൂടെ അല്ലെങ്കിൽ പ്രകൃതി സംബന്ധമായ ചില ക്രമീകരണങ്ങളിലൂടെ അതെങ്ങനെ ശുദ്ധീകരിക്കാം എന്നൊക്കെ കണക്ക് കൂട്ടി വേനൽ അധികമായി അനുഭവപ്പെട്ടു തുടങ്ങുന്ന നാളുകളിൽ കുടിവെള്ളക്ഷാമം, അതായത് സാധാരണ കിട്ടുന്ന സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം കിട്ടാതെ വരുമ്പോൾ അവിടെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി വിതരണം ചെയ്യാൻ എത്തിക്കേണ്ടുന്ന വെള്ളം ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ മുൻകൂട്ടിയുള്ള ക്രമീകരണത്തിലൂടെ ആദ്യം ജലത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക. അതായത് മഴക്കാലത്ത് സംഭരിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അത് സംഭരിച്ചു വെക്കുക. പ്രകൃതിയിലുള്ള ഇടപെടലുകൾ വളരെ ക്രൂരമായതിനെ തുടർന്ന് നമ്മുടെ ജലസ്രോതസ്സുകൾ വറ്റിപ്പോകുന്ന പ്രശ്നമുണ്ട്. അത് ആ നിലയിൽ ദീർഘകാല ജാഗ്രതയോടുകൂടി നേരിടേണ്ടുന്ന പ്രശ്നമാണ്. അപ്പോൾ ജലത്തിൻ്റെ ലഭ്യത എവിടെയൊക്കെ ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തുകയും അങ്ങനെ ലഭിക്കുന്ന ജലം കുടിക്കാൻ പറ്റുന്ന തരത്തിൽ ശുദ്ധീകരിച്ചെടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ശുദ്ധീകരിക്കുന്ന ജലം ആവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ വിവിധ റെസിഡൻഷ്യൽ അസോസിയേഷനുകളിലേക്കും ഹോട്ടലുകളിലേക്കുമൊക്കെ ആവശ്യാനുസരണം എത്തിക്കാനുള്ള ഒരു ടാങ്കർ ലോറി സംവിധാനം വാടകയ്ക്കെടുത്തുകൊണ്ടാണെങ്കിലും ഉണ്ടാവുകയും ചെയ്യേണ്ടുന്ന പ്രാഥമികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഭരണകൂടം തയ്യാറായേ പറ്റൂ. ഇവിടെ സ്വകാര്യ സ്വാർത്ഥ ലാഭ താൽപ്പര്യം വെച്ച് പ്രവർത്തിക്കുന്ന താൽക്കാലിക കച്ചവടക്കാരുടെ വാർഷിക വിഹാര രംഗമായി നമ്മുടെ ജലവിതരണ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈ കേരളത്തിൽ ഇപ്പോൾ വന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. താൽക്കാലികമായ ബിസിനസ്, പക്ഷേ ഇത് വാർഷികമായുള്ളൊരു സാധ്യത. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി തന്ത്രമുണ്ടാക്കാൻ
ഈ മിടുക്കന്മാരായ ഈ ലാഭം എത്ര പെട്ടെന്ന് ചുരുങ്ങിയ ചിലവിൽ ബിസിനസ് നടത്തി ലാഭം എങ്ങനെ കൂട്ടാം എന്നുള്ള ആ ഒരു കണ്ണോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് ഈ സീസൺ എങ്ങനെ എപ്രകാരം ഉപയോഗപ്പെടുത്താം എന്ന് നന്നായി അറിയാം. അപ്പോൾ അവരുടെ ആ തന്ത്രത്തെ നേരിടാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള ബദൽ സംവിധാനത്തിൻ്റെ, എന്തിന് ബദൽ സംവിധാനം എന്ന് അല്ലെങ്കിൽ പറയുന്നു, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള സ്ഥിരം സംവിധാനത്തിൻ്റെ, സ്വാഭാവിക സംവിധാനത്തിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ സംവിധാന ക്രമമാണ് യഥാർത്ഥത്തിൽ സ്വാഭാവികമായിരിക്കേണ്ടത്. ബദൽ സംവിധാനം ഈ സ്വകാര്യക്കാരുടേതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്ന് വേനൽക്കാലത്തെ ജലവിതരണം എന്നുള്ളത് സ്വാഭാവികമായി അത് ഒരു ബിസിനസ്സിൻ്റെ കാര്യമാണ്, ഒരു പ്രൈവറ്റ് ബിസിനസ്സിൻ്റെ കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശോധനകൾ തന്നെയാണ്. തൽക്കാലം ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഇനിയും വർഷങ്ങളെടുത്തേക്കും. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് 2010 അതിശക്തമായ ഒരു രൂക്ഷമായ വേനൽ അനുഭവപ്പെട്ട കാര്യം ഓർമ്മിക്കുമല്ലോ. അപ്പോൾ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ ശുദ്ധജല സ്രോതസ്സായ ശാസ്താംകോട്ട തടാകത്തിൽ വളരെ രൂക്ഷമായ ജലക്ഷാമമുണ്ടായി. തടാകത്തിൻ്റെ നല്ലൊരു ഭാഗം അടിത്തട്ട് പോലും കാണത്തക്ക രീതിയിൽ വറ്റിവരണ്ടു. അപ്പോൾ അവിടെ സന്ദർശിച്ച കേന്ദ്രമന്ത്രി ജയറാം രമേശ് 5 കോടി രൂപ പ്രത്യേകിച്ച് അനുവദിച്ചു. അതായത് ദേശീയ നീർത്തട പദ്ധതിയുടെ ഭാഗമായി ശാസ്താംകോട്ട പദ്ധതി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ചില പദ്ധതികൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ജല ലഭ്യത ഉറപ്പുവരുത്തുന്ന നീർത്തട സംരക്ഷണ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി 2-3 കൊല്ലമായി ആ പദ്ധതി ഇപ്പോഴും മരവിച്ചു നിൽക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതുപോലെ കേരളത്തിലെ പല ജലസേചന അല്ലെങ്കിൽ ശുദ്ധജല പദ്ധതികളും മരവിച്ചു നിൽക്കുകയാണ്. ഇവിടെയൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ബന്ധപ്പെട്ട അധികൃതന്മാരുടെയും മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് അതിശക്തമായ ഇടപെടലുകളും ആഭിമുഖ്യങ്ങളും ഉണ്ടാകേണ്ടത്. ഒരു കാര്യം ഓർക്കുന്നു, ഇവിടെ ഏറ്റവും പാവനമായ ആറ്റുകാൽ പൊങ്കാല ദിവസം തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസുകാർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. പല ഭാഗത്തും കൗതുകപൂർവ്വം നോക്കിയപ്പോൾ ഇവർ കേരള പോലീസിൻ്റെ ഭാഗമല്ല. പക്ഷെ കണ്ടാൽ കേരള പോലീസിൻ്റെ വേഷ സംവിധാനങ്ങളെപ്പോലെ തോന്നിക്കുന്ന യൂണിഫോമാണ്. അപ്പോൾ ഇവർ ആരാണ്? അന്വേഷിച്ചപ്പോൾ അവരാണ് കേരളത്തിലെ ഹെൽത്ത് സർവീസിലെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ഈ ഭക്ഷ്യ വസ്തുക്കളിൽ മായം ചേർക്കുകയും കുടിവെള്ളത്തിൽ മാലിന്യം ഉൾച്ചേർക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് ശിക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട കേരള ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള പ്രത്യേക പരിശോധനാ സേന എന്ന് തന്നെ വേണം പറയാൻ. അവരാണ് അത്. ഒരു കാര്യം പറയട്ടെ, ആറ്റുകാൽ പൊങ്കാല ദിവസം തിരുവനന്തപുരത്ത് കൊല്ലത്തിൽ ഒരു ദിവസം കാണുന്നത് ഒഴിച്ചാൽ ഈ പരിശോധനാ ഉദ്യോഗസ്ഥന്മാരെ ആരെയും ഈ വേഷത്തിൽ നമുക്ക് ആർക്കും കാണാൻ പറ്റുകയില്ല. അവർ രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ സാധാരണ വേഷത്തിലൊക്കെ ആയിരിക്കും. ഇവിടെയാണ് പ്രശ്നം. ക്രമസമാധാനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം. നമ്മൾ ഈ വേനലിൽ ചർച്ച ചെയ്യുന്നത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. ഇതിനേക്കാളും വേനലായാലും മഴയായാലും നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ, പാലായാലും പച്ചക്കറിയായാലും ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുകയില്ല എന്നുള്ള റിപ്പോർട്ടുകളും പഠനങ്ങളും പരിശോധനാ ഫലങ്ങളുമാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നത്. ക്രമസമാധാന പാലനത്തിനുള്ള പോലീസിന്റെ പ്രവർത്തനം പോലെ അത്രയും പ്രധാനമായിരിക്കണം ആരോഗ്യ പരിപാലനത്തിനുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പരിശോധനാ സംഘത്തിന്റെ പ്രവർത്തനവും. എന്താ കേരളത്തിൽ ഇത്തരം സേനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാൻ യുവാക്കളെ കിട്ടാത്ത പ്രശ്നമുണ്ടോ? അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുന്നു. അവരുടെ എണ്ണം ഏതാണ്ട് 40 ലക്ഷമാണ്. നമുക്ക് ഇത്തരം അത്യാവശ്യമായ സാമൂഹ്യ ദ്രോഹികളുടെ കച്ചവടങ്ങൾക്കെതിരെ, ഭക്ഷ്യ മായം ശീലമാക്കി കൊള്ളലാഭം എടുക്കുന്നവർക്കെതിരെ, മാലിന്യം നിറഞ്ഞ ജലം വിതരണം ചെയ്യുന്നവർക്കെതിരെ, മെഡിക്കൽ ഷോപ്പുകളിൽ ഗുണനിലവാരം കുറഞ്ഞ കൃത്രിമ മരുന്നുകൾ വിറ്റ് കാശുണ്ടാക്കുന്നവർക്കെതിരെ അതിശക്തമായി പ്രവർത്തിക്കുവാനുള്ള ജാഗ്രതാപൂർണമായ ഒരു ആരോഗ്യ പരിപാലന പോലീസ് നമുക്കെന്തേ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണോ? വേണം. ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഈ അത്യാവശ്യങ്ങളുടെ നേരെ കണ്ണടക്കുകയും മാധ്യമ റിപ്പോർട്ടുകളെ എല്ലാം വിലയിരുത്തി പെട്ടെന്ന് അതിനോട് പ്രതികരിച്ച് എന്നാൽ കൂടുതൽ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെ ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിച്ച്
പിന്നീട് അപ്പോഴത്തേക്കും വേനൽ മാറി മഴയായി, അല്ലെങ്കിൽ മഴ മാറി വേനലായി. അങ്ങനെ കാലഗതിയിൽ ഇതെല്ലാം മറന്നു പോകുന്ന ആ പതിവൊന്ന് മാറ്റി. ഈ കൊല്ലം ഉണ്ടായ പ്രശ്നം, കഴിഞ്ഞ കൊല്ലം അനുഭവിച്ച പ്രശ്നം, അതിന് തൊട്ട് മുമ്പ് അടുത്തറിഞ്ഞ പ്രശ്നം, വരും കൊല്ലം ഉണ്ടാകാതിരിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതായിരിക്കണം നാം ഏറ്റെടുക്കുന്ന വെല്ലുവിളി. ആവർത്തിതമായ പ്രശ്നങ്ങളെ അതാത് സന്ദർഭങ്ങളിൽ തന്നെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റണം. ഉണരൂ അധികൃതരെ, ഉത്തരവാദപ്പെട്ടവരെ. അല്ലാതെ സ്വകാര്യ ടാങ്കർ ലോറികൾക്ക് നീല നിറമടിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ള സമാധാനത്തിൽ നിങ്ങൾ ആരും ഇരുന്നേക്കരുതേ. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചത് അവരുടെ വോട്ടുകൾ മാത്രമല്ല, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ജീവനുകൾ പോലുമാണ്. അതോർത്ത് ബന്ധപ്പെട്ട എല്ലാ അധികൃതരും ഈ കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള സാമൂഹ്യ ദുരന്തങ്ങളെ നേരിടുന്ന കാര്യത്തിൽ നിത്യജാഗ്രത പുലർത്തേണമേ എന്ന അഭ്യർത്ഥനയോടുകൂടി സമക്ഷത്തിൽ ഈ പ്രശ്നം സവിനയം അവതരിപ്പിക്കുന്നു. കേട്ടതിന് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.